റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നു. ഗോസ്പൽ ഓഫ് റോമൻസ് ചാപ്റ്റർ 10 വേഴ്സ് 17. ദയവായിട്ട് വേദപുസ്തകമുള്ള എല്ലാവരും തുറന്നാട്ടെ. 177-ാമത്തെ പേജ് നമ്പർ, പുതിയ നിയമത്തിൽ 177-ാമത്തെ പേജ് നമ്പർ. ദയവായി നിങ്ങൾ ആ വാക്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ നോക്കിയാട്ടെ. 10-ാം അധ്യായം 17-ാമത്തെ വാക്യം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാൽ അവർ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിന്റെ അറ്റത്തോളവും പരന്നു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാ വരും? വിശ്വാസം വരും. രാമയും പറഞ്ഞില്ല. എന്നാ വരും? വിശ്വാസം വരും. വിശ്വാസം വന്ന എന്നാ ഗുണം അറിയില്ല. ഇപ്പോൾ പറയും ഞാൻ. വിശ്വാസം എങ്ങനെ വരും? കേൾവിയാൽ വരും. എല്ലാം കേട്ടാൽ വരുമോ? ഇല്ല, വചനം കേൾക്കണം. എന്നാ കേൾക്കണം? അതാ ഞാൻ പറയാൻ പോകുന്നത്. ഈ വചനം എന്നാ ചെയ്യുമെന്നറിയാമോ? നിന്റെ വീട്ടിൽ നിൽക്കുന്ന പ്രതികൂലത്തെ പൊട്ടിക്കും. നിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു എതിരുണ്ടല്ലോ, അതിനെ ഉടച്ചു കളയും. നിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു തടസ്സം ഉണ്ടല്ലോ, അതിനെയും ഉടച്ചു കളയും. ചില വീട്ടിൽ വിശ്വാസം വരും, ചില കുടുംബത്തിനകത്ത് വിശ്വാസം വരും. വിശ്വാസത്തിന്റെ ശക്തി നിന്റെ അകത്ത് വ്യാപരിക്കാൻ പോവാ. നിനക്ക് എതിരെ നിൽക്കുന്ന തടസ്സങ്ങൾ യേശുവേ എന്ന് വിളിക്കാവുന്ന സകല ആളുകളോ ആ തരം തുറന്ന് വിളിച്ചോ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എല്ലാം കേൾക്കരുത്, വചനം കേൾക്കണം. എല്ലാം കേട്ടാൽ ഈ വിശ്വാസം വരികയില്ല. എന്നാ കേൾക്കണം? മിണ്ടുന്നില്ല. വചനം മിണ്ടുന്നില്ല. 1 കോടി കടമുള്ള ആള് വചനം കേൾക്കണം. ഈശോ മശിഹ പറഞ്ഞു, എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും ഈ മല പോകും. എന്നാ പ്രശ്നം ഉണ്ടെങ്കിലും കാട്ടത്തി പറയും. നിങ്ങളുടെ വീട് അത്ഭുതമായി മാറും. ഒരു മന്ത്രവാദി നിന്നെ തൊടുകയില്ല, ഒരാഭിചാരകനെ തൊടുകയില്ല, ഒരു ദുർശക്തിയും തൊടുകയില്ല. നിന്റെ അകത്തു വിശ്വാസം വരാൻ പോവാ. നിന്റെ കുടുംബത്തിനകത്തു വിശ്വാസം വരാൻ പോവാ. നിന്റെ തലമുറക്കകത്തു വിശ്വാസം വരാൻ പോവാ. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഉള്ളത് തരുന്നു. ഞങ്ങളുടെ അകത്തു വിശ്വാസമുണ്ട്. എന്താ ഞങ്ങളുടെ അകത്തെ വിശ്വാസം? നിന്നെ എഴുന്നേൽപ്പിക്കാൻ പറ്റുന്ന വിശ്വാസം ഞങ്ങളുടെ അകത്തുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച സ്കൂളിൽ വെച്ച് പ്രശ്നം ഉണ്ടായ ഒരു പെങ്കൊച്ചിനെ വീൽ ചെയറെ കൊണ്ടുവന്നു. ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുക. കൊച്ചിനെ ഉന്തിക്കൊണ്ടകത്ത് വീൽ ചെയറെ വന്നു. പക്ഷെ തിരിച്ച് അവൾ വീൽ ചെയർ ഉന്തിക്കൊണ്ടുപോയി. കഴിഞ്ഞ ഞായറാഴ്ച ആ കൊച്ചു ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഈ ഞായറാഴ്ചയും വരും. അതെന്നാ പറ്റി? വിശ്വാസം വന്ന. ഒരാൾക്ക് കൈ കൊടുത്ത് ചോദിച്ച വിശ്വാസം ഉണ്ടോന്ന്. ഈ വിശ്വാസം എങ്ങനെയാ വരുന്നേ? ഒന്ന് പറഞ്ഞേ. എന്നാ കേൾക്കണം? വചനം കേൾക്കണം. ക്രിസ്തുവിന്റെ വചനം കേൾക്കണം. തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റൊരു ക്രിസ്തു ഉണ്ട്. ക്രിസ്തുവിന്റെ വചനം കേൾക്കാൻ പോവാ. ഒരാമയും പറയാം. ചില കുടുംബത്തിൽ സമാധാനം വെളിപ്പെടും. നിനക്ക് എതിരെയുള്ള ശത്രുത്വങ്ങൾ ഉടച്ചുകളയും. മന്ത്രവാദങ്ങളെ ദൈവം ഉടച്ചുകളയും. ആഭിചാരങ്ങളെ ഉടച്ചുകളയും. ദുർശക്തികളെ ഉടച്ചുകളയും. നിനക്കെതിരെ എഴുന്നേറ്റു നിൽക്കുന്നതിന്, നിന്റെ കുടുംബത്തിനെതിരെ എഴുന്നേറ്റു നിൽക്കുന്ന ആധിപത്യങ്ങൾ മടങ്ങാൻ പോവാ. അതിന് പകരം ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീട്ടിൽ വ്യാപരിക്കാൻ പോവാ. ഇത് എവിടുന്ന് വരുന്നറിയോ? വചനത്തിൽ നിന്ന് വരുന്ന. ഇത് വചനത്തിൽ നിന്ന് വരുന്നത്. ഇതിനകത്തിരിക്കുന്ന ചില ആളുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ തൊടാൻ പോവാ. അകത്തു വിശ്വാസം വരാൻ പോവാ. അകത്തു വിശ്വാസം വരാൻ പോവാ. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരിക. ഈ വിശ്വാസം വന്നാൽ എന്നാ കിട്ടും? വിശ്വാസം വന്നാൽ എന്നാ കിട്ടും? വിശ്വാസം മറക്കത്തില്ലല്ലോ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താക്കലും വരുന്നു. ഓക്കെ, 2 കാര്യം ഞാൻ പറയും. ഒന്ന്, വചനം എന്നൊക്കെ ചെയ്യുമെന്ന് പറയും. 2, വിശ്വാസം വന്നാൽ എന്നൊക്കെ നടക്കുമെന്ന് പറയും. ഓക്കെ,
ഈ വചനം വന്ന കാര്യം ആദ്യം പറയാം, നിങ്ങൾ എന്നെ കേട്ടോണം. ഈ വചനം ആദ്യമായിട്ട് വന്ന എവിടാന്നറിയാം? വചനം ആദ്യമായിട്ട് വന്നേ പറയാം, പാഴും ശൂന്യമായി കിടക്കുന്ന ഭൂമിയിൽ. അത് കണ്ടോണ്ട് എല്ലാവരും പറഞ്ഞു ഇരുട്ടാന്ന്, എല്ലാവരും പറഞ്ഞു ശൂന്യമാന്ന്, എല്ലാവരും പറഞ്ഞു നടക്കത്തില്ലെന്ന്. എന്നാ സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ മുകളിലൂടെ മൂവ് ചെയ്യാൻ തുടങ്ങി. നിന്റെ വീട്ടിൽ ദൈവത്തിൻ്റെ വചനം മൂവ് ചെയ്യും. എന്നിട്ട് വചനം ഇറങ്ങി എന്നിട്ട് പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. പറയുന്നത് ആരോടാ? ഇരുട്ടിനോടാ പറയുന്നത്. നിന്റെ കൊച്ചിനെ ശൂന്യമാക്കിയതിനോട്, നിന്റെ കുടുംബത്തെ ഒന്നും അല്ലാതാക്കിയതിനോട് പരിശുദ്ധാത്മാവിനോട് പറയുക. ചില കുടുംബത്തിനകത്ത് അത്ഭുതം ഉണ്ടാകുമ്പോ ദൈവനോട് പറയുക. ചില ആളുകളെ അകത്തു വിശ്വാസം വർദ്ധിക്കുക, ചില കുടുംബത്തിനകത്തു വിശ്വാസം വർദ്ധിക്കുക, ചില വീട്ടിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക. എനിക്ക് എന്നോട് ദൈവം പറയുക, പാടും ശൂന്യമാക്കിയ നിന്റെ വീടിനെ ദൈവം ഉയർത്താൻ പോവാ. പാടും ശൂന്യമാക്കിയ ഇരുട്ടിന്റെ ശക്തികൾ മാറാൻ പോകുക, ഇരുട്ടിന്റെ ശക്തികൾ മാറാൻ പോകുക, ദുർശക്തികൾ മാറാൻ പോകുക. ആ വിചാരങ്ങളെ ഈ വചനത്തോട് പ്രതികരിക്കാൻ പറ്റുന്ന വചനത്തോട് പ്രതികരിച്ചോ. ആത്മാവിൻ ദൂതായിട്ട് പറയുക, ഈ വചനം നിന്റെ വീട്ടിൽ വ്യാപരിക്കാൻ പോവാ. നിന്നെ ശൂന്യമാക്കിയത്, നിന്നെ പാഴാക്കിയത് അത്ഭുതമായി വരിക. വചനത്തിന്റെ പവറ്, വചനത്തിന്റെ ശക്തി. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. ഒന്നുകൂടെ, വിശ്വാസം എങ്ങനെ വരും? കേട്ടിട്ട് വരും. എന്നാ കേൾക്കണം? ക്രിസ്തുവിന്റെ വചനം കേൾക്കണം. ക്രിസ്തുവിന്റെ വചനം കേൾക്കണം. എന്തുവായിരുന്നു ഭൂമിയുടെ പ്രോബ്ലം? ശൂന്യമായിരുന്നു, ഇരുട്ടായിരുന്നു. പറഞ്ഞേ, ഇരുട്ടായിരുന്നു, ശൂന്യമായിരുന്നു. എക്സാം എഴുതി ശൂന്യമായി പോയി. വീട്ടിൽ ഇരുട്ടായിരുന്നു, നിന്റെ വീട്ടിൽ വെളിച്ചം വരാൻ പോവാ. നിന്റെ കുടുംബത്തിൽ അത്ഭുതം നടക്കാൻ പോവാ. നിന്റെ സ്ഥിതി മാറാൻ പോവാ. നിന്റെ അവസ്ഥക്ക് ഭേദം വരാൻ പോവാ. നിന്റെ പിള്ളേര് തകരത്തില്ല, നിന്റെ കുടുംബം തകരത്തില്ല. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. വിശ്വാസം കേൾവിയാൽ, വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ. വിശ്വാസം കേൾവിയാൽ, കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. ഈ ഭൂമിയെ ഇങ്ങനെ ആക്കിയതാരാ? വെളിച്ചം കൊണ്ടുവന്നത് വചനമാണ്. പക്ഷെ ശൂന്യാക്കിയതാരാ? ശൂന്യാക്കിയതാരാ? വീണുപോയ ദൂതന്മാർ. ആരാണ്? അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ വിട്ടറ്റ് നിലത്ത് വീണു? ഇന്ന് രാവിലെ ഒരു ദൂത് കേട്ടോ. നിന്നെ നിന്റെ പിള്ളാരെ വീഴ്ത്തിക്കളയാൻ വെട്ടേറ്റവൻ ശ്രമിക്കുമ്പോൾ ഉയർത്താൻ പോകുകയാ. നിന്റെ കുഞ്ഞുങ്ങളെ ഉയർത്താൻ പോകുകയാ. നിന്റെ തലമുറയെ ഉയർത്താൻ പോകുകയാ. നിന്റെ വീട് ഉയർത്താൻ പോകുകയാ. നിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോവാ. യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാവരും യേശുവേ എന്ന് വിളിച്ചേ. ഗുളികയില്ലാതെ ഉറങ്ങുന്നില്ലേ? അത് വചനത്തിന്റെ പവറാ. നിന്റെ സ്ഥിതിയൊക്കെ മാറുന്നില്ലേ? അത് വചനത്തിന്റെ പവറാ. നിന്റെ അവസ്ഥയൊക്കെ മാറുന്നില്ലേ? ബാക്കി പറയാൻ പോവാ. വിശ്വാസം മറക്കത്തില്ലല്ലോ അല്ലേ? നീ വീട്ടിൽ കാലെടുത്ത് വെച്ച് പറയണം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം, കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഒന്നുകൂടെ, വിശ്വാസം. ഓക്കെ, ഈ വിശ്വാസം എവിടെ വർക്ക് ചെയ്യുന്നേ? എവിടെ വർക്ക് ചെയ്യുന്നേ? പാഴായിടത്ത്, ശൂന്യമായിടത്ത്, ഇരുട്ടുള്ളിടത്ത്. ഒന്നുകൂടെ പറ പറ പറ. പാഴായിടത്ത്, ശൂന്യമായിടത്ത്, ഇരുട്ടുണ്ടായിടത്ത്. നിന്റെ വീട്ടിൽ ശൂന്യാണോ? അവിടെ ഇത് വർക്ക് ചെയ്യും. നിന്റെ വീട്ടിൽ പാഴാണോ? ഇത് വർക്ക് ചെയ്യാൻ പോവാ. ഈ വചനം വർക്ക് ചെയ്യാൻ പോവാ.
ഈ വചനം വർക്ക് ചെയ്യാൻ പോവാ. ഈ വചനം പവർഫുൾ ആയി വർക്ക് ചെയ്യാൻ പോവാ. ഞാനേ ഒരു വെളിപ്പാട് കാണുക. എന്നോട് ദൈവം പറയുക, ചില വീട്ടിൽ വചനം വർക്ക് ചെയ്യും. വചനം ഇറങ്ങിയതാ. ചില വീട്ടിൽ വചനം ഇറങ്ങും. വചനം ഇറങ്ങിയ നിന്റെ സ്ഥിതി മാറും. വചനം ഇറങ്ങിയ നിന്റെ അവസ്ഥ മാറും. വചനം ഇറങ്ങിയ നിന്റെ സ്ഥിതിഗതികൾക്ക് യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. വചനം ഇറങ്ങിയ നിന്റെ അവസ്ഥ മാറും. വചനം ഇറങ്ങിയ നിന്റെ സ്ഥിതി മാറും. വിശ്വാസമുണ്ടോ? ഒണ്ടേ വചനം ഇറങ്ങും. വചനത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. വചനം നിന്റെ വീട് മാറ്റും. വചനം നിന്റെ സ്ഥിതി മാറ്റും. എന്തൊക്കെ മാറും? ഇരുട്ട് മാറും, പാടായത് മാറും, ശൂന്യമായത് മാറും. പ്രോബ്ലം ഇരുട്ട. പ്രോബ്ലം എന്നാ? ഇരുട്ട. ഒന്ന് വിശ്വാസം വർക്ക് ചെയ്യുന്നേ. വിശ്വാസം അത്ഭുതങ്ങൾ ചെയ്യും. തളത്തി കളഞ്ഞെടുത്തൂടെ നടന്നു വെക്കണം. പിള്ളാടെ നന്മ കാണാൻ ദൈവം ഉയർത്താൻ പോവാ. തളത്തിയടത്തു ദൈവം ആദരിക്കാൻ പോവാ. തളത്തിയവന്റെ മുമ്പിൽ ദൈവശക്തി വ്യാപരിക്കാൻ പോവാ. ചില ആളുകളുടെ അകത്ത് വിശ്വാസം വർക്ക് ചെയ്യുന്നുണ്ട്. മക്കളെ, വിശ്വാസം വർക്ക് ചെയ്യുന്നുണ്ട്. വിശ്വാസം വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസം ദൈവശക്തിയായി വ്യാപരിക്കുന്നുണ്ട്. നിന്റെ ഹൃദയം വിട്ടുകൊടുക്കാമെങ്കിൽ വചനം ഇന്ന് രാവിലെ വർക്ക് ചെയ്യും. നിന്റെ അകത്ത് വചനം വർക്ക് ചെയ്യും. ഈ പാഴാകുന്നതിന് മുമ്പ് ഭൂമി ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഭൂമി നേരത്തെ പാഴായിരുന്നോ? അല്ല. ശൂന്യായിരുന്നോ? അല്ല. സൂപ്പറായിരുന്നു. പറ, സൂപ്പറായിരുന്നു. എന്നാ? സൂപ്പറായിരുന്നു. ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ വീടിന്റെ ശൂന്യത മാറും. നിന്നെ പാഴാക്കിയത് മാറിപ്പോകും. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എന്നാ? ഇപ്പോഴുള്ളതല്ല, വരുന്നു. വരുന്നേ ഉള്ളൂ. നമ്മുടെ ബിസിനസ് ഉയരും, വരുന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം ശരിയാവും, വരുന്നേ ഉള്ളൂ. നമ്മുടെ കൊച്ചിന് ജോലി കിട്ടും, വരുന്നേ ഉള്ളൂ. നമ്മുടെ പിള്ളേർ അനുഗ്രഹിക്കപ്പെടും, വരുന്നേ ഉള്ളൂ. നമ്മുടെ വീട് ഉയർത്തപ്പെടും, വരുന്നേ ഉള്ളൂ. നിന്റെ വീടിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകും, വരുന്നേ ഉള്ളൂ. നിനക്ക് ജോലി കിട്ടും, വരുന്നേ ഉള്ളൂ. നിന്റെ ഭർത്താവിന് അത്ഭുതം നടക്കും, വരുന്നേ ഉള്ളൂ. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, വരുന്നേ ഉള്ളൂ. അങ്ങനല്ലേ? അങ്ങനല്ലേ? വാക്യം അങ്ങനല്ലേ? വരുന്നേ ഉള്ളൂ. വരുന്നേ ഉള്ളൂ. എനിക്ക് വയ്യായേ ഒന്നുമില്ല, വയ്യാഴിക മാറും. എൻ്റെ വീട് ശരിയാവും. എൻ്റെ സ്ഥിതി മാറും. ഇന്നത്തെ ശൂന്യത വെളിച്ചത്തിന് വേണ്ടിയാ. ഇന്നത്തെ പ്രതിസന്ധി അത്ഭുതത്തിന് വേണ്ടിയാ. ഇന്നത്തെ നിന്ന ഉയർച്ചയ്ക്ക് വേണ്ടിയാ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പറയണം, കർത്താവേ വചനം അകത്ത് വർക്ക് ചെയ്യണം. ശരിക്കും വചനം. നിങ്ങൾ ഈ വചനമൊക്കെ കേട്ടോണ്ട ഞാൻ പറഞ്ഞില്ലേ, ചാടി എഴുന്നേറ്റ് രാവിലെ ഞാൻ പറഞ്ഞത് വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം നിന്റെ വീട്ടിലെ ശൂന്യത പോകും. നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുഞ്ഞുങ്ങൾ മാനിക്കപ്പെടും. ഭൂമി പാഴായും ശൂന്യമായും വരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ്. ഒന്ന്, ആദ്യം പാഴായി, പിന്നെ ശൂന്യമായി. എന്നിട്ട് കാരണം പറയുക. എന്താ കാരണം? ഇരുട്ട്. ഈ ചിലർക്ക് ഇരുട്ടത്തിരിക്കുന്ന ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ചിലർക്ക് ഒറ്റയ്ക്കിരിക്കുന്ന ഇഷ്ടമാണ്. കാരണം ഇരുട്ട്. പറഞ്ഞേ പറഞ്ഞേ ഇരുട്ട്. ഇന്ന് ഞങ്ങൾ ആ ഇരുട്ട് വന്നിടത്ത് വെളിച്ചം കൊണ്ടുവരും. വേദപുസ്തകത്തിലെ വാക്യം കേൾക്കണോ? ഇങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. എല്ലാരും കൈ ഉയർത്തി പറഞ്ഞ്, ഇരുട്ടിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. കരമുയർത്തി പറയാൻ പറ്റുന്ന എല്ലാരും ആ കരമുയർത്തി പറ. അങ്ങനെ ഇരുട്ടിലിരുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം വരും. നിങ്ങളുടെ വീട്ടിലെ ഇരുട്ട് മാറും. ഉറപ്പുണ്ടോ? ആദ്യം പാഴാകും, പിന്നെ ശൂന്യമാകും. കാരണം
ഇരുട്ട. എന്താണെന്നറിയാമോ? നിന്റെ വീട് വെളിച്ചമാകും. അത് വിശ്വസിച്ച് കൈയടിച്ചൊന്ന് സ്വീകരിച്ച്, അതൊന്ന് വിശ്വസിച്ച് കൈയടിച്ചൊന്ന് സ്വീകരിച്ച്. ഇരുട്ട് വെളിച്ചമാകും, ഇരുട്ട് വെളിച്ചമാകും. കൈയടിച്ച് യേശുവേ എന്ന് വിളിച്ച് ഇരുട്ട് വെളിച്ചമാകും. മോന്റെ കല്യാണം നടന്നിട്ട് ശരിയാകുന്നില്ല, ബിസിനസ് ചെയ്തിട്ട് ശരിയാകുന്നില്ല, പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് ശരിയാകുന്നില്ല, ആരാധിച്ചിട്ട് ശരിയാകുന്നില്ല, സ്തോത്രം ചെയ്തിട്ട് ശരിയാകുന്നില്ല. കാരണം ഇരുട്ട്, കാരണം ഇരുട്ട്. ഇരുട്ട് വെളിച്ചമാകും. ഇനി പറയാൻ പോണേ, പ്രോബ്ലങ്ങൾ പറയാൻ പോണേ. ഇരുട്ടുള്ളിടത്ത് എല്ലാം വ്യക്തമായി കാണത്തില്ല. കത്തുന്ന വീട്ടിൽ ചെലന്തി അടുപ്പി കൂട് വെക്കത്തില്ല. വെക്കുമോ? ഇല്ല, ഇല്ല. പറയാൻ പോവാ, നിങ്ങൾ കേട്ടോണം. ഇരുട്ടാണ് കാരണം. ഇതിനെ ശാസിക്കും, എന്നിട്ട് വെളിച്ചത്തോട് വരാൻ പറയും. വെളിച്ചം രംഗപ്രവേശനം ചെയ്യും.